എന്താ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ വേദഭാഗം മാത്രം പറഞ്ഞ ശേഷം വരുന്നുണ്ട്. പെട്ടെന്ന് തിരിച്ചു വരാം. ആദ്യം പറയുന്നു അവൻ സർവ്വലോകത്തിന് മുമ്പേ, പിന്നെ പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞു. പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് എന്നല്ല. അതിന്റെ അർത്ഥം പിതാവിൽ നിന്ന് ഒഴുകപ്പെട്ടവൻ. ഇമനേഷൻ, വാക്ക് ഇംഗ്ലീഷിൽ ഇമനേഷൻ, സർവ്വലോകം പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും. യേശു ക്രിസ്തു സത്യപ്രകാശമാണ്. ഞാൻ ലോകത്തിന്റെ പിന്നെ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും. ഈസ് എ ട്രൂ ഗോഡ്. പിന്നെ ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവരും. ശ്രദ്ധിക്കണം, ഏലിയൻസ് എന്താ പറഞ്ഞത്? അവൻ സൃഷ്ടിയാണ്. അതുകൊണ്ട് പറഞ്ഞു അവൻ സൃഷ്ടി അല്ല, സത്യദൈവം അല്ലെന്നാര് പറഞ്ഞു? അപ്പല്. അപ്പൊ തിരിച്ച് മനസ്സിലായല്ലോ? ഈ രണ്ട് കൂട്ടരെ കറക്ഷനാണ് ഓരോ. ശ്രദ്ധിച്ചോ? മനസ്സിലായോ? ഏലിയനിസവും അപ്പലിസവും രണ്ട് ദുരുപദേശങ്ങളുടെ കറക്ഷനാണ് ഓരോ ലൈൻ. ഒരു കൂട്ടർ പറഞ്ഞു പൂർണ്ണ ദൈവം, ഒരു കൂട്ടർ പറഞ്ഞു പൂർണ്ണ മനുഷ്യൻ, ഒരു കൂട്ടർ പറഞ്ഞു സൃഷ്ടി ആണ്, മറ്റേ കൂട്ടർ പറഞ്ഞു ദൈവം ആണ്. ഇതിനെയാണ് തിരുത്തി കൊണ്ടിരിക്കുന്നത്. ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവരും. അപ്പോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനല്ല കേട്ടോ. ശ്രദ്ധിക്കണേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ്. അതാണ് തത്വത്തിൽ പിതാവിനോട്. മനസ്സിലായല്ലോ? തൃത്വത്തിൽ ഒരാൾ വലുത്, ഒരാൾ ചെറുതെന്ന് വീട്ടിൽ കാണുവാൻ അല്ലേ? ആരാ? വീട് കുളമാകാൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ആരാ? വീട് കുളമാകാൻ ചോദിച്ചാൽ, പള്ളിക്കുളമാകാൻ ചോദിച്ചാൽ നമ്മളെ വിലത് ആരാ? വിലത് ജനമാണോ വിലത്? അച്ഛനാണോ? എല്ലാവരും വിലത്. എല്ലാവരും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ്. അല്ലാതെ പിതാവ് ചില ദുരുപദേശമുണ്ട്. പഴയ നിയമത്തിലാണ് പിതാവ്, പുതിയ നിയമത്തിൽ പുത്രനാണ്, പുതിയ നിയമത്തിന് ശേഷം ഒന്നുകൂടെയാണ്. ദിസ് ഈസ് റോങ്. കേൾക്കണേ. ഏതെങ്കിലും ആൾക്കാര് പഴയ നിയമത്തിൽ പിതാവാണ്, പുതിയ നിയമത്തിൽ പുത്രനാണ്, സഭയിൽ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞത് തെറ്റാണ്. പഴയ നിയമത്തിൽ പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലേ? ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ. ശരിയല്ലോ? അപ്പോൾ ആദ്യം മുതലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലേ? പുത്രനുണ്ടോ? സംശയമുണ്ടോ? ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, കട്ടിടങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും അവങ്കിലേക്കും വളവും. ഇവിടെ പറയുന്നത് ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 എടുത്തു. Colossians 1:15-19. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. Colossians chapter 1 verse 15 onwards. കിട്ടിയോ? ഇതിന്റെ പുസ്തകങ്ങളിലോ സ്ത്രീകളോട് നോക്കുന്നത് അത് പരസ്യമാണല്ലോ. എന്നെ കാണിച്ച് അവൻ കളിപ്പിക്കാൻ എന്നോട് ചെയ്തല്ലോ. പരസ്യമോ എനിക്ക് കാണിച്ച് എന്നോട് വേദോസ്തവം അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിനും തലയും ആകുന്നു. സകലത്തിലും താൻ മുൻപിലാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ആദ്യനായി എഴുന്നേറ്റവരും ആകും.
എത്തിയിട്ടുണ്ട്. അവൻ അദൃശ്യനായ സർവസൃഷ്ടിക്കും ആദിജാതൻ. അതായത് എല്ലാ സൃഷ്ടിക്കും മുമ്പ് യേശുക്രിസ്തു ഉണ്ട്. അതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവൻ. ദൈവത്തിന്റെ സകല സൃഷ്ടിക്ക് മുഖാന്തരമായവരും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ കാരണം. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും. ഇതാണ് ഇസ്ലാമിക് ഫെയ്ത്തിനോട് മറ്റു പല ഫെയ്ത്തിനോടുമുള്ള ഞങ്ങൾ നമ്മുടെ വിയോജിപ്പ്. ഭയപ്പെടാൻ എന്തിനാണ് സഭയെ പറ്റി പഠിക്കുന്നത് അറിയാമോ? മറ്റു സഭയെ കുറിച്ച് പറയാനുള്ളത് ഒരു സഭയെ കുറിച്ച് പറയാം. ഞാൻ ഒരു സഭയ്ക്കെതിരെ പ്രസംഗിക്കാറ്. നമ്മളെ പറ്റി നമ്മൾ ക്ലിയർ ആയിരിക്കണം. എന്നാൽ നമ്മളെ ആരെങ്കിലും പുച്ഛിക്കാമെന്ന് നമ്മൾ അറിയുകയും മനസ്സിലായാലും അല്ലേ കുഴപ്പം. അയ്യോ ഇതൊക്കെയായിരുന്നു, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് 4 വാക്യം പറയും, പിന്നെ അതിന്റെ പുറകെ ഞാൻ ഒരു പ്രാവശ്യം തിരുവല്ലായിരുന്നു കോട്ടയത്ത് തിരുവല്ലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സിലെ ചിലർ പറയും മർക്കോസിന്റെ 14 ഞാൻ അറിയാം. ഞാൻ 14 വരെയാണ്. അദ്ദേഹം യോഹന്നാൻ 3:16 അറിയാമോ? ഞാൻ യോഹന്നാൻ 3:16 അപ്പൊ അദ്ദേഹം രക്ഷയുടെ പടിയിലൊക്കെ ഞാൻ പടിയിലല്ല ലിഫ്റ്റാണ്. ഞാൻ അങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു കൃപയാലോ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കാരണമല്ല, ഇതിന്റെ കാരണമൊക്കെ ലിഫ്റ്റ് പടിയൊന്നിക്കുന്നുണ്ടോ? അദ്ദേഹം എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു മാർക്കം പരീക്ഷ അവസാനം വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞു എന്റെ സമയത്തിന് വെറുതെ നേരത്തെ പറയാൻ അവിടെ വിശ്വാസം പറയുന്നില്ല. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ പോയി അവിടെ പോകുന്നില്ല. പിന്നീട് പറയാം മനുഷ്യനായ ഞങ്ങൾക്കും ഞങ്ങളുടെ മനുഷ്യനെ രക്ഷിക്കാൻ ഒരു മനുഷ്യനാകുന്ന ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ആന കുഴിയിൽ വീണ ലോകത്തിൽ ഏത് സാധനം കുഴിയിൽ വീണാലും ക്രെയിൻ വെച്ച് പോക്കാം. പക്ഷെ ഒരു ആന കുഴി വീണാൽ ക്രെയിൻ വെച്ച് പോകാൻ അതിന് വേറൊരു ആന കുഴിയിലിറങ്ങും. ഒരാന കരയ്ക്ക് നിന്ന് ആന കുഴിയിലിറങ്ങി, ആന കരയ്ക്ക് നിന്ന് കുഴിയിലിറങ്ങി ആന കരയ്ക്ക് നിൽക്കുന്ന ആന വലിച്ചു കയറ്റും. ഇതിനെ ആനയെ മുടങ്ങി എന്ന് പറയപ്പെടുന്നു. അതായത് മനുഷ്യന് ബലഹീനത ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മെച്ചപ്പെട്ടവനാകാമെന്ന് വിശ്വസിക്കണമെങ്കിൽ ഒരു മനുഷ്യന് മാത്രമേ. ഇതുകൊണ്ടാണ് വളരെ ആഴത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ for us and for our redemption. This is very fundamental. തെക്കേമലയെ അടുത്തുള്ള ഒരു ഏലിയാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു. ഏലിയാമ്മ ടീച്ചർ വരുന്നത് എന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. പച്ചക്കാരനാണ്. ഷീ ഈസ് ഓൾസോ എ വിഡോ. ഒരു വിഡോയ്ക്ക് മാത്രമേ മറ്റൊരു വിഡോയെ മനസ്സിലാവും, അല്ലേ? ദുഃഖം അനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദുഃഖത്തെ കുറിച്ച്. അതുകൊണ്ടാണ് ഇന്ന് വരെ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കഷ്ടപ്പാടെന്ന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാകട്ടെ. പ്രസവത്തെ കുറിച്ച് ഏതെങ്കിലും പുരുഷന് മനസ്സിലാകുമോ? മനസ്സിലാവട്ടെ. അനുഭവിക്കാത്തവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തിരിച്ചു പറയുകയാണ്, ദൈവം മനുഷ്യനായി തീർന്നത് കൊണ്ട് പാപിയായ മനുഷ്യനായി എന്നെ വീണ്ടെടുക്കാൻ സാധിച്ചു. ഏക മനുഷ്യനാൽ പാപവും ഏക മനുഷ്യനാൽ ജീവനും ലോകത്തിലേക്ക് വന്നു. ഏക മനുഷ്യനാൽ മരണം വാണു എങ്കിൽ ഏക മനുഷ്യനാൽ നീതി കൃപയിൽ അത്യധികമായി വാണു. എവിടെയാണ് വാക്യം? റോമലേഖനം 5-ാമത്തെ അധ്യായം. റോമൻസ് ചാപ്റ്റർ 5. അവസാന ഭാഗത്തോട്ട് പോകാൻ പറ്റും. ഒന്ന് വാക്യം എന്ന് പറഞ്ഞാട്ടെ. റോമൻ 5:17 എടുക്കട്ടല്ലേ? കിട്ടിയേ? എന്ത് ചെയ്തൊന്നും എടുത്തില്ലയോ? എടുത്തു. റോമൻസ് 5. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ. ഏകൻ ആരാണ്? ആദാം, അല്ലേ? The first human Adam sinned. Okay, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക
ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകം പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകം നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് അപ്പോൾ മനുഷ്യനായ ഒരാളുടെ തെറ്റ് നിമിത്തം മനുഷ്യകുലം പാപത്തിലേക്ക് വീണപ്പോൾ മനുഷ്യനായ ഒരാളുടെ നീതീകരണ നിമിത്തം മനുഷ്യനെ ദൈവം മുകളിലേക്ക് എടുക്കുന്നു. ലോറിയിലേക്ക് തടി കയറ്റാനായി തടി കൊണ്ട് തന്നെയുള്ള ഒരു ചരിപ്പ് വെക്കാറ് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇതൊക്കെ കാണണം, കണ്ണു തോന്നുന്നു നോക്കണം. മനസ്സിലായാലോ? മനുഷ്യന്റെ അവസ്ഥ താണുപോയി. മനുഷ്യൻ താഴേക്ക് വന്നതുകൊണ്ട് മനുഷ്യനെ ദൈവത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള ഒരു ദൈവ മനുഷ്യനുണ്ടായി. A divine human. That divine human become the ladder of ascending from the low humanity to the high humanity, closer to divinity. മനസ്സിലായല്ലോ? ഒറ്റ ലൈൻ പറയാം, അന്നേരം മനസ്സിലാവും. God became human in order that the human became divine. Saint Athanasius in your quotation. God became human. God became human in order that the human may become divine. മനുഷ്യർ ദൈവികരാവാൻ വേണ്ടി, ദൈവമാവാൻ വേണ്ടി അല്ലേ? സൂക്ഷിച്ചോണേ, 4 പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ആരെങ്കിലും 4 പ്രസംഗിച്ച് കഴിയുമ്പോൾ അത് നല്ല പൊങ്ങിപ്പോകരുത്. എന്നോട് ആദ്യമേ പ്രസംഗം പഠിച്ചു സിരിമലതാര പറഞ്ഞു, ആരെങ്കിലും പ്രസംഗിച്ച് നല്ല പ്രസംഗം പറയുമ്പോൾ പ്രസംഗം നല്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു പറയുന്നത് ഒന്ന് നടത്താൻ വിളിക്കണം, നിലത്തിരിക്കാൻ വേണ്ടിയിരിക്കണം അല്ലേ? നല്ല പ്രസംഗമാണ് പറഞ്ഞു കഴിയുമ്പോൾ വിളിക്കണം. ദൈവമാണ് വരുന്നത്. God became human that human may become divine. മനുഷ്യർ ദൈവികരാവാൻ വേണ്ടി യേശു മനുഷ്യനായി തീർന്നു. ആൻഡ് ബാബു കന്യക മറിയാമിന് ജഡം ധരിച്ചു. എന്തിനാണ് കന്യക മറിയാമിന് ജഡം ധരിച്ചു എന്ന് പറയുന്നത്? ദൈവത്തിന്റെ പുത്രനായ യേശു ഭൂമിയിൽ വന്നത് പരിശുദ്ധാത്മാവും കന്യക മറിയാമും തമ്മിലുള്ള ബന്ധത്തിൽ ആണ്. ശരീരം യേശു എടുത്തത് ആരിൽ നിന്നാണ്? കന്യക. യേശു മനുഷ്യനാണ്, പക്ഷെ യേശുവിന്റെ മനുഷ്യശരീരം എടുത്തത് ആരിൽ നിന്നാണ്? പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നാണ്. പക്ഷെ മറിയാം ഒരു സാധാരണ സ്ത്രീ തന്നെയാണ്. ഇവിടെയാണ് ചില വിശ്വാസങ്ങൾ നമുക്ക് ചില കുഴപ്പം. അതുകൊണ്ട് കുറെ പേര് പറഞ്ഞു അങ്ങനെയല്ല, ഇത് വലിയൊരു തർക്കമായിട്ട് മാറും. പിന്നെ തർക്കം വന്നു. മറിയാം പ്രത്യേക മനുഷ്യ സ്ത്രീയാണ്, സാധാരണ മനുഷ്യ സ്ത്രീയല്ല, ദൈവത്തിന്റെ അമ്മയാണെന്ന് പറയുന്നവരുണ്ടായി. അതാണ് തെയോട്ടോസ്. വേറെ മുന്നിൽ പറഞ്ഞു അങ്ങനല്ല, കർത്താവിന്റെ അമ്മയാണ്, മശിഹായുടെ അമ്മയാണ്. അപ്പോൾ നമ്മുടെ സഭ പറയുന്നത് ഇതാണ്, എന്റെ കർത്താവിന്റെ മാതാവ് എലിസബത്ത് പറഞ്ഞ സെന്റൻസ്. ഈ വിഷയം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ തിരിച്ചു വരട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, മറിയാമിൽ നിന്ന് ശരീരം എടുത്തു. കാരണം എന്റെയും നിങ്ങളുടെയും ശരീരം തന്നെയാണ് യേശുവിന്റെ ശരീരം. അതുകൊണ്ടാണ് കുർബാന തുടങ്ങുന്നത് മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും. അങ്ങനെയാണല്ലോ, മറിയാമിൽ നിന്ന് ശരീരം. പരിശുദ്ധ കന്യക മറിയാമിനെ ഓർക്കുന്നുണ്ട്, പരിശുദ്ധ കന്യക മറിയാമിന്റെ ശരീരത്തെ ഓർക്കുന്നുണ്ട്. പരിശുദ്ധ കന്യക മറിയാമിന്റെ ശരീരത്തിൽ നിന്നാണ് യേശുവിന്റെ ശരീരം ഉണ്ടായത്. കാരണം പരിശുദ്ധ കന്യക മറിയാം സാധാരണ മനുഷ്യ സ്ത്രീ ആകിയാൽ എന്റെയും നിങ്ങളുടെയും ശരീരം തന്നെയാണ് യേശുവിനുള്ളത്. പാപമൊഴികെ അവൻ സകലത്തിൽ നമ്മോട് സമനായി. ശരിയാണോ? ഒരേ സമയം തിയോളജി, അതേസമയം ബൈബിള്, അതേസമയം ഹിസ്റ്ററി, അതേസമയം ഫിലോസഫി പഠിക്കുന്ന ലോകത്തിലെ ഏക മാർത്തമ കമ്മ്യൂണിറ്റി ആരാണ്? നിങ്ങളാണ്. 4 കാര്യങ്ങളാണ് അതേസമയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കന്യക മറിയാമിൽ നിന്ന് ജഡം ധരിച്ച മനുഷ്യൻ പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട്. ഇത് ശ്രദ്ധിക്കണേ. പൊന്തിയോസ് പീലാത്തോസിന്റെ നാളിൽ എന്ന് പറയാനായിട്ടുള്ള കാരണം ഇതൊരു ചരിത്ര സംഭവമാണ്, ഇതൊരു കെട്ടുകഥ. Christian faith is a historical thing. This is not a myth, this is not a fantasy, this is not a fabricated story. ഞാൻ മലയാളം മനോരമ വായിക്കാറില്ല, ക്ഷമിക്കണം. ഞാൻ വായിക്കാറുണ്ട് ഹിന്ദു, സിംഗപ്പൂർ സ്റ്റേറ്റ് ടൈംസ്, ന്യൂയോർക്ക് ടൈംസ്, 3 പത്രങ്ങളാണ് വായിക്കാറുണ്ട്. അതിന്റെ കാര്യം, എന്റെ കൊച്ചിൽ സൂര്യനെല്ലി കേസുണ്ടായി.
സൂര്യനെല്ലി കേസ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ വായിക്കാൻ കുറെ നാള് വായിച്ചു. സൂര്യനെല്ലിയല്ല, ISR ആയാലും വലിയൊരു കുംഭം ഉണ്ട്. ചായ കേസ് എല്ലാ ദിവസവും കൊടുക്കും. അവർ വന്ന വഴി, കീഴങ്ങിയ വഴി ഞാൻ എല്ലാ ദിവസവും രാവിലെ വായിക്കും. 41 ദിവസം ഇതിന്റെ ലേഖന പരമ്പരയുണ്ട്. 41 ദിവസം അവർ പറയും ഇത് ചുമ്മാ അങ്ങനെ വിടും. അപ്പൊ ഞാൻ പറയും വെറുതെ 40 ദിവസം പറയും എല്ലാം വായിക്കുന്നത് കെട്ടുകഥ അല്ല വേദപുസ്തകം. ആണോ? ആണോ? യേശുക്രിസ്തുവിനെ എടുത്തുകൊണ്ടുപോയി കട്ടുകൊണ്ടുപോയി എന്ന് നിങ്ങൾ കഥ പറയണമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് മരണശേഷം പൈസ കൊടുക്കും. ശരിയാണോ? ആണല്ലോ. അങ്ങനെയുള്ളൊരു കഥയല്ല ഇതെന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. സഫേർഡ് ആൻഡ് കോൺഷ്യസ് പിലാത്തോസിന്റെ നാടുകളിൽ എന്ന് പറയാനുള്ള കാര്യം. അല്ലെങ്കിൽ പലരും വിശ്വസിക്കട്ടെ. ശരി, അടുത്തത് ഞങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഫോർ അസ്, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ജഡാവതാരം വ്യക്തിപരമായി മാറുന്നത്. അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ. പക്ഷെ അടുത്ത വാചകത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ട്. എന്താണ്? ക്രൂശിക്കപ്പെട്ടവരെ മാത്രം പോരാ. ക്രൂശിക്കപ്പെട്ടവരെ മാത്രം പോരാ. അപ്പോൾ ഒരു ചെറിയ ഷിഫ്റ്റാണ്. അതിനെ എന്തോ അവിടെ പരിപാടി മൊബൈലിൽ കളിക്കുവാണ് അല്ല. അതായത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഇങ്ങനെ പോരായിരുന്നു അല്ല. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നതിന്റെ കാരണം ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാണ്. ഈ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. ഈ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ദൈവമക്കളായി മാറുന്നത്. ഈ വിശ്വാസത്തിലൂടെ ദൈവമക്കളായി മാറിയത് കൊണ്ടാണ് ആരാധിക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാകണേ? ഈ വിശ്വാസത്തിലൂടെ ദൈവമക്കളായതുകൊണ്ടാണ് ആരാധിക്കാനായിട്ട്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആവശ്യമില്ല. പിന്നെ കഷ്ടത അനുഭവിച്ചു മരിച്ചു. കാരണം ഒരു കൂട്ടർ പറഞ്ഞു, ദുരുപദേശക്കാർ പറഞ്ഞു കഷ്ടതയില്ല മരണവും. കഷ്ടത അനുഭവിച്ചു മരിച്ചു. യേശു മരിച്ചില്ല എന്നതില്ല കാര്യം. നമ്മുടെ വിശ്വാസം യേശു മരിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു ശവമടക്കം ശുശ്രൂഷ നടത്താനായിട്ട് സാധിക്കും. അവൻ മരിച്ചു എന്നുള്ളതാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അനുഭവം. ഏതാണ്? ശരിയല്ലേ? മനുഷ്യൻ ഏറ്റവും പേടിയുള്ള കാരണം എന്താണ്? ഹേ മരണമേ നിന്റെ ജയമുണ്ട്, ഹേ മരണമേ നിന്റെ. മരണത്തിന്റെ തലയെ തകർത്തത് ആരാണ്? മരിക്കാതെ പറ്റുമോ? പലർക്കും നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാതെ പഠിക്കണം. കരയ്ക്കിരുന്നോണ്ട് പഠിക്കണം. എന്നോട് ഞാൻ അച്ഛനായ സമയത്ത് ഡൽഹി സമയത്ത് ഒത്തിരി ആശയങ്ങൾ. അച്ഛൻ അങ്ങനെ ചെയ്യണം, പള്ളി ഇങ്ങനെ ചെയ്യണം, അച്ഛൻ ഇങ്ങനെ ചെയ്യണം, അച്ഛൻ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു 24 മണിക്കൂറത്തേക്ക് ഉപ്പാരല്ല അങ്ങ് ചെയ്യും. അത് പറ്റത്തില്ല അച്ഛൻ, അതൊന്നും ഞാൻ പറഞ്ഞു തരാം അച്ഛനെ. അതെ, പണ്ടൊരു ഭാര്യ ഡ്രൈവിംഗ് പഠിച്ചേ. ആദ്യമായിട്ട് പഠിക്കുന്ന വണ്ടി ഓടിക്കും. അപ്പൊ ഭർത്താവ് സൈഡിൽ ബ്രേക്ക് എടുത്ത് കാലെടുത്ത് ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. തിരിക്കി പടക്കി ഇങ്ങനെ പറഞ്ഞ് സ്ത്രീകൾക്ക് സഹിക്കും. അവരൊന്നും വൈകിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ നിന്നിട്ട് അവർ അടുക്കള മെഴുക്ക് വരട്ടുണ്ടാകുമ്പോൾ ഭർത്താവിനോട് ഭർത്താവ് ഇതൊന്ന് ഇളക്കാമോ? ഭർത്താവിനെ ഇളക്കാൻ പറഞ്ഞു. അത് എഴുതിയെടുക്കും. അത് എഴുതിയെടുക്കാൻ പറയും. അങ്ങനെ എഴുതിയെടുക്കാൻ സോറി അതിളക്കാൻ പറയും. ഇളക്കാൻ പറയുമ്പോൾ ഭാര്യ ഇങ്ങനെ മാറി സൈഡിൽ വലിയ ഭാര്യ സൈഡിലോട്ടൊക്കെ അടച്ച സൈഡിലോട്ട് ഇങ്ങനെയാണ് അടക്കുന്നത്. അടക്കുന്ന അടച്ച അപ്പത്തിന് നടക്കാണ്. ഭാര്യ ഇതൊന്നും ഒരാൾക്ക് എങ്ങനെയാണ് പുറത്തുനിന്ന് മുന്നോട്ട് പഴയ മുന്നോട്ട് സൈഡിൽ നിന്ന് വട്ടത്തിൽ കറക്കി അടച്ച. അപ്പൊ പറഞ്ഞു, നീ എനിക്ക് മനസ്സുമാറി തരത്തിൽ ഞാൻ എന്നെ ഇളക്കുന്നത്. അപ്പൊ ഇതായിരുന്നു പകരം മുഴുവൻ എന്നോട് ചെയ്തത്. മനസ്സിലായോ? ദൈവമായിട്ടിരുന്നായിരുന്നെങ്കിൽ, മനുഷ്യന്റെ കഷ്ടത അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ദൈവം അടുത്തിരിക്കുന്നില്ല. ഇരിക്കുമോ?
പറഞ്ഞത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും വിശ്വാസം. അവൻ ചുമ്മാ ഉണ്ടായ വിശ്വാസമൊന്നുമില്ല. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. So he is so near to us because he in person has experienced the suffering. അതുകൊണ്ട് യേശു കരഞ്ഞു അല്ലേ? യേശു പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് വയ്യ, പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഈ ചെല്ലൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ല എപ്പോഴാണ് സംഭവിച്ചത്. യേശു പറഞ്ഞു, അതിമുഖത്തോടെ കരഞ്ഞിട്ട് യേശു പറഞ്ഞു എന്നെ കൊണ്ട്. അതാണ് യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും പച്ചയായ നറേഷൻ അല്ലേ? പറഞ്ഞു ഇല്ലേ? എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അതൊരു നല്ല മനുഷ്യനെ പറയാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ പറയാറില്ലേ, കഴിയുമെങ്കിൽ പോയിട്ട് നിന്നെ നാട്ടിൽ നിന്ന് എത്തിക്കണം പറയാറ്. പിന്നെ 31 തീയതി കാശ് കിട്ടുമ്പോഴേ ഇല്ലില്ല പറയാറില്ല, ഇവിടെ തന്നെ നിൽക്കാൻ മോനുണ്ട്, കൊച്ചുമോനായിട്ട് വിടുന്നില്ല, എന്നോട് ചോദിച്ച് വാങ്ങിക്കുമ്പോൾ ചെയ്യരുത്. കഴിയുമെങ്കിൽ നീക്കണം. കാരണം മനുഷ്യൻ അങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അങ്ങനെ. അതുകൊണ്ട് പറയുകയാണ് എന്തോ ചെയ്തു, അവൻ കഷ്ടത മരിച്ച് അടക്കപ്പെട്ടു, പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവരും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ മനുഷ്യരെ വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോട് ഇനി വരുവാനിരിക്കുന്നവരുമായ യേശു മസിഹായ ഏക കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളിനി പഠിക്കാൻ പോവാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവന്റെ മരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ അടക്കപ്പെട്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു, അവന്റെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ പിതാവായ ദൈവത്തിലേക്ക് കയറി എന്നുള്ളതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുമെന്ന് ഞങ്ങൾ ഇതിൽ കൂടുതലെല്ലാം പറയാനുള്ളൂ. ഇതാണ് നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ യേശു ക്രിസ്തു വന്നു, അവൻ മനുഷ്യനാണ്, അവൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, വലത്തുഭാഗത്തിരിക്കുന്നു, അവൻ മടങ്ങി വരും, അവൻ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും നിപ്പാനും. ഇത്രയുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവിൽ നിന്ന് പുറപ്പെട്ട് റൂഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ പാരഗ്രാഫ് പിതാവിൽ ഞങ്ങൾ, രണ്ടാമത്തെ പാരഗ്രാഫ് പുത്രനിൽ ഞങ്ങൾ, മൂന്നാമത്തെ പാരഗ്രാഫ് റൂഹായി ഞങ്ങൾ. പക്ഷെ മൂന്നിനകത്ത് തുടർച്ചയുള്ളൂ. ശരിയാണോ? ആണോ? മൂന്നാം പാരഗ്രാഫ് പറയാം. പിൻകൂലാണല്ലോ. ഒന്നാം പാരഗ്രാഫ് പിതാവിൽ വിശ്വസിക്കുന്നു, രണ്ടാം പാരഗ്രാഫ് പുത്രനിൽ, മൂന്നാം പാരഗ്രാഫ് റൂഹയിൽ. അപ്പോൾ റൂഹയിലുള്ള വിശ്വാസത്തെ പറ്റി ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നത്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമരാണ്. നിത്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ. നിത്യന്മാരിന് ആരാണ്? നിത്യന്മാരിന് പ്രവാചകന്മാർ. പഴയ നിയമത്തിലും സ്നേഹന്മാർ, അപ്പോസ്തലർ പുതിയ നിയമത്തിൽ അല്ലെ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ 3 ലെവൽ കഴിഞ്ഞു. പിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പുത്രൻ ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ. ഇനി അടുത്തത് സഭയിലുള്ള വിശ്വാസമാണ്. പിന്നെ വായിച്ചു, കാതോലികവും അപ്പോസ്തോലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കും. സഭയ്ക്ക് 4 വിശേഷണങ്ങൾ. ഒന്ന്, കാതോലിക്. കാതോലിക് ലോകത്തെല്ലായിടത്തും യൂണിവേഴ്സൽ ചർച്ച്. 2, അപ്പോസ്തോലിക് എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടത്, മിഷണറി ചർച്ച്. ഞാൻ നിങ്ങളും സുവിശേഷം പറയാനായി വിളിക്കപ്പെട്ടവർ ആണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനും നിങ്ങളും സുവിശേഷം പറയുന്നു. നമ്മൾ പറഞ്ഞോടെ നടക്കുന്നു. ആൽബർട്ട് ഷെറ്റ്സർ നോബൽ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി ലണ്ടനിലെ പ്രധാന സ്ഥലത്ത് ചെന്നിറങ്ങിയപ്പോൾ ആൽബർട്ട് ഷെറ്റ്സറെ കാത്തു നിൽക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ആൽബർട്ട് ഷെറ്റ്സറെ നോക്കി കോച്ചിന്റെ താഴെ ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ആൽബർട്ട് ഷെറ്റ്സർ ഇറങ്ങി ചെല്ലുന്നത് കാണാനായിട്ട്
അദ്ദേഹം പറഞ്ഞില്ല. ഒരാൾ അതുകൊണ്ട് ആലോചിച്ചിട്ട് നടന്നുപോയി. അത് നോക്കിയപ്പോൾ ഒരു വല്യമ്മയുടെ ബാഗ് എല്ലാം എടുത്തുകൊണ്ട് ആ വല്യമ്മയെ സഹായിച്ചുകൊണ്ട് ഈ മനുഷ്യൻ കൊണ്ടുവിടാനായിട്ട് പോവാം. അപ്പോൾ ആൾക്കാർ പറഞ്ഞു വാക്കിംഗ്. എന്താണ് നടക്കുന്ന പ്രസംഗങ്ങളാണ്. അങ്ങനെയാണോ? അടൂര യൂത്ത് കോൺഫറൻസിന്റെ ക്ലാസ് എടുത്തിട്ട് ഞാൻ പിള്ളേരോട് ചോദിച്ചു, നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ ജീവചരിത്രം എഴുതിയാൽ അതിന്റെ തലക്കെട്ട് എന്തായിരിക്കും കൊടുക്കുക? നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ ജീവചരിത്രം എഴുതിയാൽ എന്തായിരിക്കും തലക്കെട്ട്? ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. സർവൺ നോക്കി. അപ്പൊ അവർക്ക് ചെയ്തത് പറഞ്ഞു, വാശിയുള്ള ജീവിതം ഒരാൾ ജീവിതത്തിന്റെ തലക്കെട്ട്. തലക്കെട്ട് നിങ്ങൾ കേൾക്കണേ, വലിയ ശരീരവും ചെറിയ മനസ്സിലും. വേറൊരാൾ പറഞ്ഞു നിർബന്ധം. അങ്ങനാണോ? നമ്മളെല്ലാവരും അപ്പോസ്തലരാണ്. ഞാനും നിങ്ങളും അയക്കപ്പെട്ടവരാണ്. പിതാവിൽ നിന്ന് പുത്രൻ അയക്കപ്പെട്ടതുപോലെ പുത്രനിൽ നിന്നും അയക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. അതിനാണ് മാമോദീസ. അതുകൊണ്ടാണ് പറഞ്ഞത്, മമസോദരരെ നിങ്ങൾ ഭൂപാലകന്മാരാം രാജാക്കൾ മോഹിക്കും മുടിയേ നിങ്ങൾക്കായി. മാമോദീസ ക്രമത്തിന്റെ അവസാനത്തെ പാട്ട്. അന്ന് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നത് കൊച്ചു പിള്ളേര്. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമസമിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കുക. അന്നേരം കേട്ടത് ഇപ്പൊ കേട്ടു. മമസോദരരെ നിങ്ങൾ ഭൂപാലകന്മാരാം രാജാക്കൾ മോഹിക്കും മുടിയേ നിങ്ങൾക്കായി. മടങ്ങിയിടുന്നവനാം സകലാധിപൻ തന്റെ സുതനാം ഉടയോനോ സ്തോത്രം പാടിടുവിൻ. അതുകൊണ്ട് പിതാവിൽ വിശ്വസിക്കുന്ന, പുത്രനിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന കാതോലികമായ സഭയിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ അയക്കപ്പെട്ടവരാണ്. കാതോലികമാണ് സഭ, അയക്കപ്പെട്ടതാണ് സഭ, ഏകമാണ് സഭ, വിശുദ്ധമാണ് സഭ. അപ്പോ സഭയിൽ അതിനുശേഷം അടുത്തത് എന്താണ്? കൂദാശയിൽ വിശ്വസിക്കുന്നു, സാക്രമെന്റിൽ വിശ്വസിക്കുന്നു. അതാണ് പാപമോചനത്തിനുള്ള മാമോദീസ. മാമോദീസ ഒന്ന് മാത്രം, ഒരിക്കൽ മാത്രം. മാമോദീസ ഒന്ന് മാത്രം, ഒരിക്കൽ മാത്രം. അപ്പനും അമ്മയും ആരാണെന്ന് നമുക്കാർക്കും സംശയമില്ല. എന്റെ അപ്പൻ ഇന്നാരാണ്, എന്റെ അമ്മ ഇന്നാരാണ്. അപ്പനും അമ്മയും ആരാണെന്ന് ഏറ്റു പറയുന്ന ഒരു ഒക്കേഷനെ ജീവിതത്തിലുള്ളൂ. അതാണ് മാമോദീസയുടെ അനുഭവം. എനിക്ക് പിതാവായ ദൈവമുണ്ട്, എനിക്ക് പുത്രനായ ദൈവമുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവായ ദൈവമുണ്ടെന്ന് ഏറ്റു പറയുന്ന അനുഭവമാണ് മാമോദീസയുടെ അനുഭവം. ആ മാമോദീസയുടെ അനുഭവത്തിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ് പാപമോചനത്തിന്റെ യാത്രയിൽ. മാമോദീസ എന്താണ് പറയണം? മാമോദീസ രക്ഷയുടെ സഞ്ചാരം. രക്ഷയുടെ സഞ്ചാരം. ലോകത്തിൽ ഒരു സഭയിലും മാമോദീസ ഏറ്റത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടുമോ? അത് ഒഴുകിയാണെങ്കിലും മുങ്ങിയാണെങ്കിലും തളിച്ചാണെങ്കിലും ഉരുട്ടിവിടാണെങ്കിലും ചല്ലവെള്ളമാണെങ്കിലും വെളുത്തവെള്ളമാണെങ്കിലും അതുകൊണ്ട് മാത്രം പ്രത്യേക വ്യത്യാസമൊന്നും ഉണ്ടാകും. മനസ്സിലായല്ലോ? അതിലൂടെ പെതിയെ ജീവിച്ച് മാരത്തൺ റേസ് പോലാണ്. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുള്ള മാരത്തൺ ഓട്ടത്തിന്റെ ബിഗിനിങ് ആണ് ഇത്. Baptism is a beginning step of the marathon journey of Christian life. മനസ്സിലായല്ലോ? അതുകൊണ്ട് മാമോദീസയാണോ മുതിർന്ന സ്നാനമാണോ ശരി എന്നുള്ള ചോദ്യം തെറ്റാണ്. മാമോദീസ മുതിർന്ന സ്നാനം ഒന്നുമല്ല കാര്യം. ക്രിസ്തുവിലുള്ള വളർച്ചയാണ് കാര്യം. ക്രിസ്തുവിൽ വളർന്നിട്ടുണ്ടോ? ഞാന് പുലിക്കേത് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സഭകളുണ്ട്. 2 സഭകൾ തമ്മിൽ പൂരി അടി നടക്കുകയാണ്. ഞാൻ ബൈക്കിൽ പോകുമ്പോഴാണ് 2 കൂട്ടിൽ അടി നടക്കും. ഞാൻ ബൈക്ക് നിർത്തി. അപ്പോൾ ഒരുത്തൻ എന്റെ ബൈക്കിൽ കൂടെ മറ്റവരുടെ അടിക്കുകയാണ്. അവന്റെ ഉള്ളിലേക്ക് വേദോസം പിടിച്ചുകൊള്ള മറ്റവരോട് പറയാം, ദൈവനാമത്തിലുള്ള അടിയാടാ വാങ്ങിച്ചോളാം. എല്ലാം വ്യത്യാസം. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഉണ്ടോ? വ്യത്യാസം ഉണ്ടാവണം. എങ്ങനെയാ? ഓരോ ദിവസവും യേശുവിൽ വളരും. അവിടെയാണ് മാമോദീസ. അതുകൊണ്ടാണ് പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ. പിന്നെ എന്താണ് പറയുന്നത്? മരിച്ചുപോയവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യും. ഞങ്ങൾ നോക്കി പാർക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു പുതിയ യെരുശലേമും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ട്. അതിനു വേണ്ടി ഞങ്ങൾ ഈ ഭൂമിയിൽ നോക്കി പാർക്കുന്നു. മരിച്ചുപോയവരുടെ പുനരുദ്ധാനത്തിനായിട്ട് ഞങ്ങൾ
പോയവരെ കൂടെ ജീവിച്ചിരിക്കുന്നവർ ഓർക്കുന്നതായ വിശ്വാസം കൂടെ. മനസ്സിലായോ? മനസ്സിലായല്ലോ? പെട്ടെന്ന് പറയുക. ഓർത്തഡോക്സ് പറഞ്ഞാലും തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ ഫെയ്ത്ത് ആണ്. പക്ഷേ ഓർത്തഡോക്സ് തെറ്റാണോ ശരിയാണോ, കത്തോലിക്ക തെറ്റാണോ ശരി, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയല്ല. ക്രിസ്ത്യൻ ഫെയ്ത്ത്, മരിച്ചു പോയവരെ കുറിച്ചുള്ള വിശ്വാസം കൂടി ഇല്ലെങ്കിൽ വേദപുസ്തക വിശ്വാസം കംപ്ലീറ്റ് ആണ്. അല്ല, മരിച്ചു പോയവരെ ഓർക്കലെന്നോ മരിച്ചു പോയവരെ അനുസ്മരിക്കലെന്നോ മാത്രം സഭയ്ക്കില്ല. മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് അഭിപ്രായ വ്യത്യാസം. മരിച്ചു പോയവരെ നമ്മൾ ഓർക്കണം, തീർച്ചയായും ഓർത്തിക്കും. ഞാൻ ഒരുപാട് ഓർക്കണം. എന്റെ അപ്പനെ ഞാൻ ഓർക്കും. ഞാൻ എന്നും ഓർക്കും. ദൈവം ഉപ്പായിട്ട് എന്റെ അപ്പനെ കാണാൻ പറ്റില്ല. ഞാൻ ഓർക്കും. എന്റെ കൊച്ചു കുഞ്ഞിനെ എടുക്കും ഞാൻ ഓർക്കും. ദൈവം ഇവനെ കാണാൻ പറ്റില്ല. ഒരു ശവശരീരത്തിനെടുത്ത് പോയിരിക്കും ഞാൻ ഓർക്കും. ഈ ശരീരം മണ്ണാകും, ഇത് മണ്ണിൽ നിന്ന് ഉയർത്തിരുന്നു, ഇതിന് തേജസ്സിന്റെ രൂപമാണ് നാം വിശ്വസിക്കും. ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകാൻ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുന്ന സിറ്റുവേഷൻ ഇന്നല്ലെങ്കിൽ നാളെ ഫേസ് ചെയ്യേണ്ടി വരും. അന്ന് നിങ്ങൾക്ക് ആ ശരീരത്തിന്റെ അടുത്ത് നിൽക്കണമെന്നുണ്ട്. ഒറ്റ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. മരിച്ചുപോയുടെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ഞങ്ങൾ വിശ്വസിക്കും. ഇതിനെ ഡയലോഗ് ചെയ്യുന്ന ഒരു ഫെയ്ത്ത് ക്രിസ്ത്യൻ ഫെയ്ത്ത് അല്ല. അപ്പൊ ഇത്രയുമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇനി ഇതൊക്കെ പറഞ്ഞാൽ വേദോസ്തവത്തിൽ പറഞ്ഞിട്ടുള്ള അതാണ് നിങ്ങളോട് നാട്ടിലായി ചോദിക്കുന്നത്. അതുകൊണ്ട് ലൈൻ ബൈ ലൈൻ എടുക്കാവുന്നതാണ് ബൈബിൾ റെഫറൻസ്. അങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞ സമയത്ത് തീരുമാനം എടുക്കണേ. ഐ ബിലീവ് ഇൻ വൺ ഗോഡ്. ബൈബിൾ അനലൈസ് ഈ പേപ്പർ കിട്ടിയാലും എല്ലാവർക്കും I believe in one God. കിട്ടി അവർക്ക് കിട്ടിയില്ല. അല്ലേ? കിട്ടി. ഞാൻ ഈ മനു എന്നൊക്കെ പറയുന്നതിൽ പല കുട്ടികളും കല്യാണം കഴിക്കാത്തവരാണ്. ദൈവം നിങ്ങളെ സമയം മനസ്സിലാക്കട്ടെ. എന്റെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എന്നോടുള്ള പിള്ളേരാണ്. ഇവരുടെ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കണമല്ലോ. വേണ്ടേ? അല്ലേ? അവരുടെ ആത്മീയ ആവശ്യങ്ങളില്ല, ഭൗതിക ആവശ്യങ്ങളോടെ ശ്രദ്ധിക്കട്ടെ. കൊണ്ടാ പോയത് കേട്ടല്ലോ. I believe in one God. മാർക്ക് 12:29 ഒരാൾക്കെടുക്കാം. മാർക്ക് 12:32 ഒരാൾക്കെടുക്കാം. എഫേഷ്യൻസ് 4:6 ഒരാൾ. ഏക ദൈവം. അതിനെ യേശു എല്ലാത്തിലും മുഖ്യ കൽപ്പനയും ഇസ്രായേലിനെ കേൾക്കുക, ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. മാർക്ക് 12:32 ഏകനേ ഉള്ളൂ, ദൈവം ഏകൻ തന്നെ. ഗോഡ് ഈസ് വൺ. ഇനി അടുത്തത് എഫേഷ്യൻസ് 4:6. എല്ലാവർക്കും ദൈവവും പിതാവായവൻ ഒരുവൻ. ഇനി അടുത്തത് ഫാദർ ഓൾമൈറ്റി, പിതാവായ സർവശക്തനാണ്. 2 Corinthians chapter 6 verse 18. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനും സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം. 2 Corinthians 6:18. 2 Corinthians 6:17. എന്നാൽ ഞാൻ അവരുടെ നടുവിൽ നിന്ന് ദേവാലയത്തിലുള്ള വിജ്ഞാനങ്ങളോട് എന്ത് യോഗ്യത? ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ദേവാലയത്തിലുള്ള വിജ്ഞാനങ്ങളോട് എന്ത് യോഗ്യത? ചെറിയ പ്രശ്നമുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് പേപ്പറാണ് റെഫർ ചെയ്തത്. മലയാളത്തിൽ 17 വരെ ഉള്ളൂ. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ ദൈവമായ പിതാവ്. പഴയ ബൈബിൾ 17 കാണാം. 18 ഉണ്ട്. സാരമില്ല. 2 Corinthians 6 അവസാനത്തെ വാക്യം കൊടുത്താൽ 2 Corinthians 6 അവസാനത്തെ
അറിയാമെങ്കിലും നോക്കിയത് ആദ്യം ദൈവം ആകാശവും ഭൂമിയിൽ സൃഷ്ടിച്ചു. എന്നാൽ വെളിപാട് 4:11 നിർത്ത്. ഇത് സകല മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, സകലവും നീ സൃഷ്ടിച്ച് പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതും. കൊലോസ്യർ 1:16 നോക്കി. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവ്വത്തിനും മീതെയുള്ളത്. അവൻ സകലത്തിനും ആധാരമായിരിക്കും. അവൻ സഭയുടെ ശരീരത്തിന് തലയും ആകും. അവൻ ദൃശ്യം അദൃശ്യമായ സകലത്തിന്റെയും ദൈവമാണ്. ഹീബ്രൂസ് 11:3. ഈ ഇനി ദൈവത്തിന്റെ ഏകപുത്രൻ ജോൺ 3:16 എല്ലാവർക്കും അറിയാൻ വാക്യം. ജോൺ 3 ദൈവത്തിന്റെ ഏകപുത്രൻ. പിന്നെ സത്യദൈവത്തിനും അസത്യദൈവം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യം. യോഹന്നാൻ 1:1 മുതൽ 2 വരെ എടുക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം, ഈ വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1 മുതൽ 2 വാക്യങ്ങൾ പറയുന്ന വചനം എന്താണ്? യേശുക്രിസ്തു. വചനം ദൈവത്തോട് കൂടെ. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവായ ദൈവത്തിന്റെ തേജസ്സായി കണ്ടു. ആ വചനം യേശുക്രിസ്തു ആണ്. ഇനി അവൻ begotten not made, സൃഷ്ടിയല്ലാത്ത. 1:14 നോക്കിയേ. യോഹന്നാൻ 1:14. വചനം ജഡമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞ ഞങ്ങളുടെ ഇടയിൽ വചനം ജഡമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായ ഞങ്ങളുടെ ഇടയിൽ. ഇനി അടുത്തത് മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്കും വേണ്ടി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 വരട്ടെ. വിശുദ്ധ മത്തായി 1:21 എടുക്കാം. തന്റെ ജനത്തെ പാപങ്ങളുടെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു പാപങ്ങളുടെ രക്ഷിക്കും. ലോകത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദൈവം യേശു പാപം ക്ഷമിക്കും. ആണല്ലോ. സത്യമായി അനുദരിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയും. ഞങ്ങളുടെ പാപങ്ങളെ പരമകാർമികനായ ദൈവം ക്ഷമിക്കും. പാപം മോചിക്കും എന്നുള്ളതാണ് ക്രൈസ്തവ സഭയ്ക്ക് പറയാൻ വരുന്ന ഏറ്റവും വലിയ ടീച്ചിങ്. മറ്റേതൊക്കെ എല്ലായിടത്തും ഉണ്ട്. മറ്റേതൊക്കെ ഒത്തിരി എടുത്തും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ലങ്കയിൽ പോയിട്ടുണ്ട്, ലങ്കയിൽ പോയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ മിറക്കിളുണ്ടെന്ന് മറ്റന്മാരുടെ ശരിക്കും പറഞ്ഞാൽ മിറക്കിൾ കാണിച്ച് വേറെ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ: റിഡംഷൻ, ഫൊർഗീവ്നെസ് ഓഫ് യേശു ക്രിസ്തുവിലുള്ള പുതുക്കം, യേശു ക്രിസ്തുവിലുള്ള മാനസാന്തരം, യേശു ക്രിസ്തുവിലുള്ള പാപമോചനം. അടുത്തത്, അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ചു. അല്ലെ? വിശുദ്ധ ലൂക്കോസിന് ശേഷം 1:34 മുതൽ 35. വിശുദ്ധ ലൂക്കോസ് 1:34 മുതൽ 35. മറിയത്തോട് ഞാൻ ദുഃഖിനെ അറിയാമെന്ന് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ സംരക്ഷിക്കപ്പെടും. നിന്റെ ശാസ്ത്രക്കാരത്തിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നേരിടുമ്പോൾ നിന്നിൽ ഒരു പ്രജ ഉത്ഭവിക്കും. യേശു ക്രിസ്തു ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാണെന്നും കന്യകമറിയാമിൽ യേശു ജനിച്ചു എന്ന് വിശ്വസിക്കും. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സെമിനാരി ക്ലാസ് ഇതിനെക്കുറിച്ച് ഒത്തിരി തിയോളജി സാധിക്കുന്നുണ്ട്. ഒരു തിയോളജിക്കൽ പുസ്തകം വെച്ചുണ്ടായ അർത്ഥം. അപ്പോൾ
എന്നെ പഠിപ്പിച്ച KD പോത്തനസിനോടാണ് ചോദിച്ചു, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? അച്ഛൻ പറഞ്ഞു, വെരി സിമ്പിൾ. ഇഫ് യു ബിലീവ് ഇൻ ക്രിയേഷൻ, ഇഫ് യു ബിലീവ് ദൈവം തന്റെ ഹിതത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് തന്റെ ഹിതത്താൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കാനായിട്ടും സാധിക്കും. ഞങ്ങളെ അച്ഛന്മാരാക്കാനായിട്ട് മുട്ടുമുട്ടിക്കുമ്പോൾ വായിക്കുന്ന ഒരു പ്രാർത്ഥന അമലോകിയ പ്രയർ. അമലോകിയ പ്രയർ എന്ന് പറഞ്ഞാൽ സഭയുടെ വിശ്വാസം. അതിന്റെ അവസാനമാണ് തിരുമേനിമാര് പറയുന്ന സെൻസ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നതിനെ നീ വിശ്വസിക്കണം, ഞാൻ തള്ളി പറഞ്ഞതിനെ നീ തള്ളി പറയണം. കേട്ടില്ലോ? അച്ഛന്മാരുടെ സുരക്ഷയാണ് കേട്ടിട്ടില്ല. അച്ഛന്മാരുടെ സുരക്ഷ അത്യാവശ്യമായിട്ട് കാണണം. അത് മനോഹരമാണ്. അതിന് ഞങ്ങളോട് പറയും, ഞാൻ വിശ്വസിക്കുന്നത് നീ വിശ്വസിക്കണം, ഞാൻ തള്ളി പറയുന്നത് നീ തള്ളി പറയണം, ഞാൻ ഏത് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ തള്ളി പറയാം, ഞങ്ങൾ ഏറ്റു പറയാം, ഞങ്ങളെല്ലാം സമയം. എന്നിട്ട് ഞങ്ങള് കുരിശു വരച്ചാൽ സൈൻ ചെയ്യും. അന്നേരമാണ് ഇത് മുഴുവൻ സമ്മതിക്കുന്നതിന്റെ അടയാളമായി, സഭയ്ക്ക് എന്നേക്ക് കീഴ്പ്പെടുന്നതിന്റെ അടയാളമായി തല കുരിച്ചു കൊടുക്കും. അങ്ങനെ സഭയ്ക്ക് എന്ന് കീഴ്പ്പെടുന്ന കുരിശിന് കീഴ്പ്പെട്ടാൽ മതി എന്നുള്ളതിന്റെ അടയാളമായിട്ട് തിരുമേനി തലമുടിയുള്ള അച്ഛന്മാരെ നെറ്റിയിരുന്നു. അല്ലാത്ത അച്ഛന്മാരുടെ തലമുടിയുള്ള വിഭാഗം മോശമായിട്ടിരിക്കുന്നു അല്ലേ അല്ലേ? അത് അല്ലാതെ എങ്ങനെയാണെങ്കിലും തലമുടി ഉള്ളതനുസരിച്ച് കുരിശിന്റെ ആകൃതി തലമുടി വെട്ടും. ഇതിനെയാണ് പട്ടം വെട്ടുക എന്ന് പറയുന്നത്. പട്ടം എന്ന് പറഞ്ഞാൽ എന്റെ തലേ ഞങ്ങളുടെ നാട്ടിലപ്പോ പരമാശയെ പിടിച്ചു നോക്കി, ഇവിടെ അവന്റെ പട്ടം വെട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പട്ടം വെട്ടു. കുരിശിന്റെ അടിയിലുള്ള വെച്ചേക്കാണ് ഞങ്ങൾ. എന്താണ് വിശ്വസിക്കേണ്ടത്? വിശ്വാസം പറയാൻ പോകണം. അവിടെ പറയുന്നു, പിതാവിനെ നീ വിശ്വസിക്കണം, പുത്രനെ നീ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവിനെ നീ വിശ്വസിക്കണം, സഭയെ നീ വിശ്വസിക്കണം, കൂദാശകൾ നീ വിശ്വസിക്കണം. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു എന്നും അതേ സമയം കന്യക മറിയാമിന്റെ മടിയിൽ വസിച്ചു നീ വിശ്വസിക്കണം. കന്യക മറിയാമിന്റെ ഉള്ളിൽ നീ യേശു വസിച്ചു എന്നും അതേ സമയം പിതാവിന്റെ അടുത്ത് ഉണ്ടായിരുന്നു വിശ്വസിക്കണം. യേശു മരിച്ചു എന്ന് വിശ്വസിക്കണം, യേശു കബറടക്കപ്പെട്ടെന്ന് വിശ്വസിക്കണം, യേശു ഉയർത്തില്ലെന്ന് വിശ്വസിക്കണം, യേശു നിനക്ക് മതിയാണെന്ന് വിശ്വസിക്കണം. ഇതാണ് ഞങ്ങളെ കൊണ്ട് പറയുന്നത്. അത് പറയാൻ വേണ്ടിയാണ് പട്ടം. ഇത് നീ പറഞ്ഞിരിക്കണം, ഇത് നീ ഉറച്ചിരിക്കണം, ഇത് പഠിപ്പിച്ചിരിക്കണം. മുന്നോട്ട് പോകട്ടെ. യേശു മനുഷ്യനാണ്. എബ്രായർ 2:14 God became human. Very important verse. ഞാൻ നിങ്ങളും ബ്ലഡ് ആൻഡ് ദി ഹോൾ ബോഡി ഉള്ളതുകൊണ്ട് യേശു അതുപോലെയായി രക്തവും വെള്ളവും അല്ലെ, ബോഡിയിൽ രണ്ടെണ്ണമല്ലേ ഡോക്ടർ പറയും അല്ലെ, ബോഡി വാട്ടർ ആൻഡ് ബ്ലഡ് അല്ലെ, മേജർ പോർഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് രക്തവും ജലവും അവനിൽ നിന്നും പുറത്തേക്ക് ദ ഹോൾ ഹ്യൂമാനിറ്റിയാണ്. അല്ലാതെ കുന്തം കൊണ്ട് കുത്തിയപ്പോ രക്തം വന്നു പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ട് കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ടിഷ്യൂ അത് കണ്ടാൽ മീനിങ് മനസ്സിലാവുന്നില്ല. പിന്നെ അത് കണ്ടോണ്ട് അവിടെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇരിക്കുകയാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ജീവിതത്തിന്റെ പാഷനായിട്ട് മാറുന്നു. സിനിമ കാണുന്നതല്ല ഞാൻ പറഞ്ഞത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടേച്ച് അവിടെ ഇരിക്കുമല്ല. യേശു ക്രിസ്തുവിന്റെ വിലാവിൽ നിന്ന് രക്തവും ജലവും ഒഴുകി എന്ന് പറഞ്ഞാൽ ഹി ബിക്കേം ഹ്യൂമൻ. മുന്നോട്ട് പോകും. അടുത്തത് ഹി വാസ് ക്രൂസിഫൈഡ് ഫോർ അവർ സിൻ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ഫസ്റ്റ് പീറ്റർ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24. നാം പാപം സംബന്ധിച്ച് മരിച്ചു. വായിച്ചാൽ തന്നെ വായിച്ചാൽ മതി. അവസരം കൊടുക്കട്ടെ നിങ്ങൾ. 1 പത്രോസ് 2:24 വായിച്ചു. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ചുമന്നത് കൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകൾ നമുക്ക്. ഇതാണ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി. അടുത്തതായി നമുക്ക് നോക്കാം, അവൻ മരണം അനുഭവിച്ചു. He suffered death. Matthew 27:50. Saint Matthew chapter 27:50. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ചു, പ്രാണനെ വിട്ടു. And he was buried. അവൻ അടക്കപ്പെട്ടു. Matthew 27:59-60. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഇട്ട് വെച്ചിട്ട് പോയി.
എല്ലാം വായിക്കുന്നില്ല. എന്നാൽ അവൻ പിതാവിലേക്ക് കയറി വലത്തുഭാഗത്തിരിക്കുന്നു. Saint Mark chapter 16 verse 19. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അകച്ചെന്ന ശേഷം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അതാണ് കുർബാന ക്രമത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് അല്ലേ? നിന്റെ വലതുഭാഗത്ത് നിന്ന് ഞങ്ങൾ